സുനിഷ അയ്യൂരും ജയേഷ് പുക്കൂട്ടൂരുമുണ്ട്. സുനിഷ, ഇതാ സ്കൂൾ ഒളിമ്പിക്സിന്, കുട്ടികളുടെ ഒളിമ്പിക്സിന് കൊടിയിറക്കമാകുന്നു. തലസ്ഥാനം വീണ്ടും ഇതാ ചാമ്പ്യന്മാരായിരിക്കുന്നു. ഇത്തവണ സ്വർണ്ണക്കപ്പാണ് സ്വന്തമാക്കുന്നത്. വിനത, അത് തന്നെയാണ്. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇനി ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി നൽകുന്ന, പ്രധാനമായും ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നൽകുന്ന സന്ദർഭത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ആ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി, 117 പവന്റെ ട്രോഫി നമുക്ക് വേദിയിൽ മുന്നിൽ തന്നെ വെച്ചിരിക്കുന്നത് കാണാം. അത് അല്പസമയത്തിനകം തന്നെ കൊടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ അത്തരത്തിൽ ട്രോഫി നൽകുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന കാഴ്ചയാണ് ഏതായാലും സംസ്ഥാന കായികോത്സവത്തിന്റെ സമാപന വേദിയിൽ കാണാൻ കഴിയുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ആധിപത്യം അറിയിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരം മാറിയിരുന്നു എന്നുള്ളതാണ് ആദ്യ തുടക്കത്തിൽ തന്നെ. പിന്നീട് തൊട്ടു പിന്നിൽ തൃശ്ശൂർ, അതിന് പിന്നിൽ കണ്ണൂർ എന്നുള്ള രീതിയിലാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പിലുള്ളത്. പക്ഷേ അത്ലറ്റിക്സ് കാര്യത്തിൽ പാലക്കാട് മലത്തിന്റെ തേരോട്ടം തുടർന്നുകൊണ്ട് തവണത്തെ കിരീടം നിലനിർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഓരോരുത്തർക്കുമുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരത്തിനുള്ള ട്രോഫി, ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഇതാ അല്പസമയത്തിനകം തന്നെ കൈമാറും. ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ഇങ്ങനെ കാതോർത്ത് നിൽക്കുന്നത്, കാണാൻ കാത്തു നിൽക്കുന്നത് ആ ഒരു സന്ദർഭത്തിലേക്കായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത്തവണ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നുള്ള രീതിയിലേക്ക് ട്രോഫി വന്നതിന് ശേഷമുള്ള ആദ്യ കായികമേള എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ ഗവർണർ പറഞ്ഞതുപോലെ ഇത്തരമൊരു ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കായികമേളയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അടുത്ത സമയം അല്ലെങ്കിൽ അടുത്ത കായികമേളയിൽ നമുക്ക് വേണം ഈ ട്രോഫി എന്നൊരു തോന്നലുണ്ടാക്കാൻ കാരണമാകും ഇത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു കാരണത്തിലേക്ക് കൂടി കടക്കാൻ ഇത് കാര്യമാകും. ഏതായാലും തൃശ്ശൂർ രണ്ടാമത് നിൽക്കുന്ന, ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാമത് നിൽക്കുന്ന തൃശ്ശൂരിനുള്ള ട്രോഫി നൽകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തത് ഓവറോൾ ചാമ്പ്യന്മാരായ തിരുവനന്തപുരത്തിന് കൂടി നൽകും എന്നുള്ളതാണ്. ജയേഷ് പൂക്കോട്ടൂർ കൂടി ചേരുന്നു. ജയേഷ്, അത്ലറ്റിക്സിൽ മലപ്പുറത്തിന്റെ സമഗ്രാധിപത്യം കാണുന്നു. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഇതാ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരം വീണ്ടും സ്വന്തമാക്കാൻ പോവുകയാണ്. സ്വർണ്ണക്കപ്പ് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. ചാമ്പ്യന്മാരാകുന്നു വീണ്ടും തിരുവനന്തപുരം. അടുത്തത് ബെസ്റ്റ് ഡിസ്ട്രിക്റ്റിനുള്ള ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് തിരുവനന്തപുരം ജില്ലയാണ്. 1825 പോയിന്റ്, 117 പവൻ വരുന്നതും പുതുതായി ഏർപ്പെടുത്തിയതുമായ ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പാണ് പുരസ്കാരമായി നൽകുന്നത്. 117 പവന്റെ ഗോൾഡ് കപ്പ് തിരുവനന്തപുരം ജില്ല. 1825 പോയിന്റ്. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സമ്മാനിക്കുകയാണ് തിരുവനന്തപുരത്തിന്. മുഖ്യമന്ത്രിയുടെ ഗോൾഡ് കപ്പ് ഏറ്റുവാങ്ങുന്നു തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം അങ്ങനെ ദേശിലേക്ക് നമുക്കെത്താം. സുനിഷ, അങ്ങനെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയിരിക്കുന്നു തിരുവനന്തപുരം. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി തിരുവനന്തപുരത്തിന് സമ്മാനിച്ചിരിക്കുകയാണ്. Now we may call upon the designer of the Gold Cup, Chief Minister's Gold Cup, Sri Akhilesh, to receive a token of appreciation from the Honorable Governor of Kerala, Sri Akhilesh. ആവേശകരമായ സ്കൂൾ ഒളിമ്പിക്സിന് കൊടിയിറക്കമാകുന്നു തിരുവനന്തപുരം. ഇതാ ഓവറോൾ ചാമ്പ്യന്മാരായിരിക്കുന്നു. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി, സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കുകയാണ് തിരുവനന്തപുരം ജില്ലാ. സ്കൂളുകളിൽ ഐഡിയൽ കടകശ്ശേരി ഒന്നാമതെത്തിയിരിക്കുന്നു. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന്റെ തേരോട്ടമാണ് നമ്മൾ കാണുന്നത്. സുനിഷ അയ്യൂരുണ്ടെന്ന് കരുതുകയാണ്. സുനിഷ, അങ്ങനെ കുട്ടികളുടെ ഒളിമ്പിക്സിന് ആവേശകരമായ കൊടിയിറക്കം. Now we may have the designer of the Chief Minister's Gold Cup, Sri Akhilesh, to receive a token of appreciation from the Honorable Governor of Kerala. ശരി, ഏതായാലും സമ്മാനദാന ചടങ്ങുകൾ പൂർത്തിയാവുകയാണ്. വീറും വാശിയും നിറഞ്ഞ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന് ഇതാ സമാപനമാകുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. തലസ്ഥാന നഗരി തിരുവനന്തപുരം തന്നെയാണ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ആവേശം സ്കൂൾ ഒളിമ്പിക്സിൻ്റെതായി നമ്മൾ കണ്ടത്.